എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിൽ 2024 ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച മാത്തമാറ്റിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ആക്ടിവിറ്റികൾ ഉണ്ടാകും. അതിൽ 5 ആക്ടിവിറ്റികൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ. താഴെ 5 പാറ്റേണുകൾ തന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ എ എന്ന നമ്പർ നോക്കാം. ആദ്യം താഴെ എത്ര വട്ടമുണ്ട്? 2 സർക്കിളുണ്ട്. അതിന് മുകളിൽ ഒരെണ്ണം. രണ്ടാമത്തെ നോക്കൂ, 3 സർക്കിൾ താഴെ, മുകളിൽ 2 സർക്കിൾ, അതിന് മുകളിൽ എത്രയാ? 1 സർക്കിൾ. മൂന്നാമത്തേത് നോക്കൂ, അടുത്ത് വന്നത് ഒന്നുകൂടി 4 സർക്കിൾ വന്നു താഴെ, അല്ലേ? പിന്നെ അതിന് മുകളിൽ 3, അതിന് മുകളിൽ 2, അതിന് മുകളിൽ 1. അപ്പോൾ അടുത്തതിൽ നമ്മൾ വരയ്ക്കേണ്ടത് എത്ര വരണം? 5 സർക്കിൾ ഏറ്റവും താഴെ വരണം. അത് കഴിഞ്ഞിട്ട് 4 സർക്കിൾ, അത് കഴിഞ്ഞിട്ട് 3 സർക്കിൾ, അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ 2 സർക്കിൾ, അതിന് മുകളിൽ 1 സർക്കിൾ. അങ്ങനെ വരയ്ക്കണം. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. ആദ്യം ഇവിടെ ഷെയ്ഡ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷെയ്ഡ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. അപ്പോൾ അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടതിൽ എവിടെ വരണം? ഇവിടെ വരണം. സി നോക്കൂ, നമ്പർ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. 4ാമത്തേത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ 2 സംഖ്യകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാം. നമ്പർ പാറ്റേണിലെ ആദ്യത്തെ 2 സംഖ്യകൾ ഏതാണ്? 155, 256, അല്ലേ? ഈ 2 സംഖ്യയിലെയും വലിയ സംഖ്യ ആദ്യം എഴുതണം. ചെറിയ സംഖ്യ അതിന് താഴെ എഴുതി എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. ഇനി അടുത്ത 2 സംഖ്യകൾ കുറച്ച് വ്യത്യാസം കണ്ടുപിടിക്കാം. 357 മൈനസ് 256. അപ്പോൾ അത് കുറച്ചപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. അപ്പോൾ ഈ സംഖ്യകളിലെ വ്യത്യാസം മനസ്സിലായല്ലോ. 101, അതായത് 101 കൂടിയാണ് ഈ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമുക്ക് 4ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാം. 357നോട് 101 കൂട്ടുമ്പോൾ 4ാമത്തെ സംഖ്യ കിട്ടും. 4ാമത് വരുന്ന സംഖ്യ 458 ആണ്. അടുത്ത് ഡി. ഈ പാറ്റേൺ നോക്കൂ. ആരോ മാർക്ക് പോകുന്നത് ശ്രദ്ധിക്കൂ. ആദ്യത്തെ ആരോ മാർക്ക് ഇങ്ങനെ വരുന്നു, അല്ലേ? രണ്ടാമത്തെ ബോക്സിൽ ആരോ മാർക്ക് എങ്ങോട്ടാ? താഴോട്ട്, അല്ലേ? മൂന്നാമത്തെ ബോക്സിലെ ആരോ മാർക്ക് ഇടത്തോട്ട്. 4ാമത്തെ ബോക്സിൽ ആരോ മാർക്ക് എവിടെ വരണം? മുകളിലോട്ട് വരണം. നോക്കൂ, ഇവിടെ താഴെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദ പാറ്റേൺ. നിങ്ങൾക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള പിക്ചർ തിരഞ്ഞെടുക്കാം. അടുത്ത് ഇ. 5ാമത് വരുന്ന പാറ്റേൺ നോക്കൂ. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതുക എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 3 അക്ക സംഖ്യകൾ വരുന്ന പാറ്റേൺ തയ്യാറാക്കണം. നമുക്ക് എളുപ്പത്തിലുള്ള ഒന്ന് തയ്യാറാക്കാമോ? 100, 200, 300, 400. അടുത്ത് വരുന്നത് ആക്ടിവിറ്റി 2. സേ ദ നമ്പർ. എണ്ണം പറയാം. എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 പീപ്പിൾ ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റും ഉണ്ട്. ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ. ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്? ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആകെ സീറ്റുകളുടെ എണ്ണമാണ്. ആദ്യം നോക്കാം. ആദ്യം നമുക്ക് 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റുകളുണ്ട്, അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 11 × 3. അപ്പോൾ 11നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം കിട്ടും. എത്ര കിട്ടും? 33 കിട്ടും. അടുത്ത 2 പേർ വീതം ഇരിക്കുന്ന എത്ര സീറ്റുകളുണ്ട്? 9. അപ്പോൾ അത് 9 × 2. അപ്പം ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ ഈ ഉത്തരമായി കിട്ടിയ 33നെയും 18നെയും കൂട്ടുമ്പോൾ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 33 + 18 കൂട്ടുമ്പോൾ എത്രയാ? 51 കിട്ടും. അപ്പം ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? 51 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ദ ജേർണി സ്റ്റാർട്ടഡ് 2 seats of 3 people
and 4 seats of 2 people were empty. How many more people can sit and travel in the bus? അതായത് യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ ഇരിക്കുന്ന 2 സീറ്റ്, 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിലിനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? ഒഴിഞ്ഞുകിടന്ന സീറ്റുകൾ 3 പേർ ഇരിക്കുന്ന സീറ്റ് 2 എണ്ണമാണ് അല്ലേ? അപ്പോൾ 3 × 2 എത്ര? 6. അടുത്ത് 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റ്, അപ്പം 2 × 4 എത്രയാ? 8. ഇനി നമുക്ക് ഒഴിഞ്ഞുകിടക്കുന്ന ടോട്ടൽ സീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇപ്പോൾ കിട്ടിയ ഉത്തരങ്ങളായ 8നെയും 6നെയും തമ്മിൽ കൂട്ടണം. അപ്പോൾ 14 കിട്ടും. ബസ്സിൽ ഒഴിഞ്ഞുകിടക്കുന്ന ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 14. അപ്പോൾ ബസ്സിൽ ഇനി 14 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയും. അടുത്ത സിയിലെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3 + 3? ടിക്ക് ദ കറക്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ 3 + 3 + 3 + 3 + 3 + 3 എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏത്? ശരിയുത്തരം ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് നോക്കാം. 6 + 3, ബിയിൽ തന്നിട്ടുള്ളത് 6 / 3, സി 6 × 3, ഡി 6 - 3. ആവർത്തന സങ്കലനമാണ് ഗുണനം. അതായത് 3 6 പ്രാവശ്യം ആവർത്തിച്ച് കൂട്ടാനായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആവർത്തന സങ്കലനം, ആവർത്തിച്ച് കൂട്ടുന്നത്. അപ്പോൾ ഏതാ വരിക? 6 × 3 ആണ് കറക്റ്റ് ആൻസർ. ആക്ടിവിറ്റി 3, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ്. ഓൺ ഈച്ച് ഷൂട്ട് വെയറെവർ ദ ബുള്ളറ്റ് ഹിറ്റ്സ് ദ പേഴ്സൺ ഗെറ്റ്സ് ദാറ്റ് സ്കോർ. അതായത് ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏതു സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കും. ദ സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്കോർ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. എ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് ഷൂട്ട്സ് ഓൺ 100, 10 and 1. ഓരോരുത്തരും 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്തു കൊള്ളിച്ച എണ്ണം കണ്ടെത്തി. പട്ടിക പൂർത്തിയാക്കൂ. നോക്കൂ, അരുണ് 5 റൗണ്ടിൽ ഷൂട്ട് ചെയ്തത് അവിടെ തന്നിട്ടുണ്ട്. 100ൽ 3 ടൈംസ്, 10സിൽ എത്രയാ? നില്ലാണ്. 10സിൽ അവൻ ഷൂട്ട് ചെയ്തിട്ടില്ല. 1ൽ 2 ടൈംസ്. അങ്ങനെ ടോട്ടൽ സ്കോർ എത്രയാ? 302 അല്ലേ? 302 സ്കോർ അരുണിന് ലഭിച്ചു. അത് വിജയ്ക്ക് കിട്ടിയ 5 റൗണ്ടിൽ കിട്ടിയ ടോട്ടൽ സ്കോർ തന്നിട്ടുണ്ട്. അതുപോലെ സബീനയ്ക്കും ടോട്ടൽ സ്കോർ തന്നിട്ടുണ്ട്. 100ലും 10സിലും 1സിലും എത്ര ടൈംസ് കിട്ടിയെന്നുള്ള ഇത് തന്നിട്ടില്ല അല്ലേ? അത് നാം കണ്ടെത്തി എഴുതണം. നോക്കൂ, വിജയുടെ നോക്കാം. വിജയ്ക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ എത്രയാണ്? 311 ആണ് അല്ലേ? അപ്പോൾ 100ൽ എത്ര ടൈംസ് ഷൂട്ട് ചെയ്തിരിക്കും? 3 ടൈംസ് അല്ലേ? അപ്പോൾ 10സിലാണെങ്കിലോ 1 ടൈംസ് അല്ലേ? 1 ടൈം ഷൂട്ട് ചെയ്തിരിക്കും. അപ്പം 1സിലാണെങ്കിൽ 1 ടൈം. അടുത്ത സബീനയാണെങ്കിലോ ടോട്ടൽ സ്കോർ എത്രയാ? 320 ആണ് അല്ലേ? അപ്പോൾ 100ൽ എത്ര ടൈംസ് ആയിരിക്കും? 3 ടൈംസ്. 10സിലാണെങ്കിലോ 2 ടൈംസ്. 1സിലാണെങ്കിലോ നില്ലായിരിക്കും അല്ലേ? ഇല്ല. ചോദ്യം നമ്പർ ബി. ഹു ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ? ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ആരാണ്? നോക്കൂ, അരുണാണ് അല്ലേ? 302 ആണ് കുറഞ്ഞ സ്കോർ. ചോദ്യം സി. വെൻ 10 റൗണ്ട്സ് വെയർ ഫിനിഷ്ഡ്, one got 820 points and won. Who won the competition? 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിൻ്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? നോക്കാം. ഇത് നമുക്ക് മനസ്സിൽ ചിന്തിച്ച് ചെയ്യാം. 5 റൗണ്ടിൽ സബീനയ്ക്ക് കിട്ടിയത് നോക്കൂ, 320. ഇനി ഒരു 5 റൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് 100ൽ 3 ടൈംസ് വന്നെടുത്ത് എത്രയാകും? 8 ടൈംസ് ആവും. അപ്പോൾ 800. പിന്നെ ഉള്ള ആ 20, അപ്പോൾ 820 ആയി അല്ലേ?
അപ്പോൾ സബീനയാണ് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കോർ വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി സ്റ്റോർ ഇൻ ദ 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദ റൈറ്റ് വൺ. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരങ്ങളിലെ സ്കോറാകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? നോക്കൂ, 613 വരാൻ സാധ്യതയുള്ളത്. 100 6 ടൈംസ്, അതായത് 600 ആകും. 10 1 ടൈം, അപ്പോൾ 10 തന്നെ അല്ലേ. പിന്നെ 1 എത്ര? 3 ടൈംസ്, അപ്പോൾ 3. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 613. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനിയും 3 പ്രവർത്തനങ്ങൾ ഉണ്ട്. ആ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഹൈപ്പും ചെയ്യണേ.